നമസ്കാരം. പാർലമെന്റിന്റെ അന്തസ്സിന് നിരക്കാത്ത പദപ്രയോഗം നടത്തിയതിന്റെ പേരിലുണ്ടായ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് കോൺഗ്രസ് നേതാവ് മല്ലികാർജുൻ ഖാർഗെക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. എന്നാൽ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇദ്ദേഹം രാജ്യസഭയിൽ മാപ്പ് പറഞ്ഞു. എന്നാലും കോൺഗ്രസ് നേതാവിനെ വിടാതെ പിടികൂടിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയും ട്രോളുകളും. അല്ലെങ്കിലേ മണ്ടത്തരം പറയുന്നതും സാഹചര്യം നോക്കാതെ വിഡ്ഢിത്തം പറയുന്നതുമൊക്കെ കോൺഗ്രസിന്റെ ഒരു കീഴ്വഴക്കമാണ്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പ്രതിപക്ഷത്തിന്റെ നേതാവ് പപ്പുമോൻ. കോൺഗ്രസിനെ തരം താഴ്ത്താനും പണികൾ ഇരന്നു വാങ്ങാനും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കാണിക്കുന്ന മിടുക്ക് മറ്റാർക്കും പകരം വെക്കാൻ പോലും കഴിയാത്തതാണ്. ഇത് സത്യം. പലപ്പോഴും നേതാവ് വാർത്തകളിൽ ഇടം പിടിക്കുന്നത് വിവാദ പരാമർശങ്ങൾ കൊണ്ട് തന്നെയാണ്. പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാകാത്ത വ്യക്തിയാണ് പപ്പുമോനെന്ന് പൊതുവെ ഒരു വിലയിരുത്തൽ ഉള്ളതാണ്. എന്തായാലും പണികൾ ചോദിച്ചു വാങ്ങുകയാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാലും തെറ്റില്ല. എന്നാൽ ഇപ്പോൾ വിവാദ പരാമർശം നടത്തി എയറിലായിരിക്കുന്നത് മല്ലികാർജുൻ ഖാർഗെയാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ ഖാർഗെ നടത്തിയ പരാമർശം ബഹളത്തിനിടയാക്കിയിരുന്നു. ഖാർഗെയുടെ വാക്കുകളെ സഭാ നേതാവ് JP നദ്ദ അപലപിക്കുകയും ചെയ്തിരുന്നു. ഡീലിമിറ്റേഷനെയും NEP-യെയും എതിർത്ത് കറുത്ത വസ്ത്രം ധരിച്ചെത്തിയ DMK MPമാർ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ബഹളത്തിനിടയിലാണ് ഖാർഗെ ഈ വിഷയത്തിൽ ഇടപെട്ടത്. ഖാർഗെക്ക് രാവിലെയാണ് സംസാരിക്കാൻ അനുവാദമുള്ളതെന്ന് അധ്യക്ഷൻ അറിയിക്കുകയായിരുന്നു. ഇത് സ്വേച്ഛാധിപത്യമാണെന്നും പ്രതിപക്ഷം സർക്കാരിനെ ഒരു മൂലയ്ക്ക് വെച്ച് പിടിക്കുമെന്നും ഈ സമയം ഖാർഗെ പറഞ്ഞു. പ്രതിപക്ഷം സർക്കാരിനെതിരെ തിരിച്ചടിക്കുമെന്ന് അർത്ഥമാക്കാൻ ഖാർഗെ ഹിന്ദിയിൽ ഒരു അപമാനകരമായ പ്രയോഗമാണ് സഭയിൽ പറഞ്ഞത്. ഇത് ട്രഷറി ബെഞ്ചുകളിൽ ബഹളത്തിന് കാരണമാവുകയായിരുന്നു. അൺപാർലമെന്ററി പദപ്രയോഗമാണ് മല്ലികാർജുൻ ഖാർഗെ നടത്തിയതെന്ന് ബെഞ്ച് അഭിപ്രായപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് ഉപയോഗിച്ച പ്രയോഗം അപലപനീയമാണെന്ന് സഭാ നേതാവ് JP നദ്ദയും അഭിപ്രായപ്പെട്ടു. തുടർന്നാണ് തന്നെ പരാമർശത്തിൽ മാപ്പ് പറയുന്നതായി ഖാർഗെ അറിയിച്ചത്. അതേസമയം ഇപ്പോൾ കോൺഗ്രസ് മൊത്തത്തിൽ എയറിലാണ്. ലോക്സഭയിലെ വഖഫ് നിയമ ഭേദഗതി ബിൽ ചർച്ചയിൽ പങ്കെടുക്കാതെ വിട്ടുനിന്ന MP പ്രിയങ്ക ഗാന്ധി ഇപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വിപ്പുണ്ടായിട്ടും പ്രിയങ്ക ഇന്നലെ സഭയിൽ എത്തിയിരുന്നില്ല. സഭയിൽ ഉണ്ടായിരുന്നിട്ടും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ചയിൽ സംസാരിച്ചില്ല. സഭ ആരംഭിച്ച് 1 മണിക്കൂറിലധികം വൈകിയാണ് രാഹുൽ ഗാന്ധി എത്തിയത്. വഖഫ് ബിൽ ലോക്സഭ പരിഗണിച്ചപ്പോൾ രാഹുൽ ഗാന്ധി കുറെ കൂടി ഉത്തരവാദിത്തം കാണിക്കണമായിരുന്നുവെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.